and welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lauren Davis, your physics master teacher. And guys, ഇന്ന് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാമല്ലോ, കാരണം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സോ എന്ന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സത്യം പറയുവാണെങ്കിൽ. അതായത് നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഒരു വിലയില്ലാത്തൊരു ചാപ്റ്ററാണ്. കാര്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളോ കുഴപ്പിക്കുന്ന പ്രോബ്ലംസോ ഒന്നും വരില്ലായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും നാളും, അതായത് നമ്മളിപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡക്ഷൻ പഠിച്ചു, ദെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പഠിച്ചു. ഇതിൻ്റെ ഒക്കെ ഒരു സമ്മറി എന്ന് വേണമെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനെ പറയാം. ആൻഡ് ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് അല്ലേ. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വരുമ്പോൾ 2 പാർട്സ് ആയിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതായത് ഇത്രയും ചാപ്റ്ററിന്റെ സമ്മറിയും ഇനി ഇതേ ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനി മുന്നോട്ടുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി എന്താ പറയുക, ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ചാപ്റ്ററുകളെ കൂടെ ഈ ഒരു ചാപ്റ്റേഴ്സുമായിട്ട്, അതായത് നമ്മുടെ വോളിയം 2 കണക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അത്രയും ഒരു അടിപൊളി ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിന്റെ NCERT ബുക്ക് വായിക്കാൻ മടിയുള്ളവർക്ക് നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ സ്ട്രെച്ചിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. കാരണം ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം വേവ്സ് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 3 എണ്ണമായിട്ടാണ് അല്ലേ. അതിലൊന്നാമത്തെന്ന് പറയുന്നതാണ് നമ്മുടെ +1 പഠിച്ച വേവ്സ്, അതായത് മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സ് അവിടെ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു, ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡലും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വേവ്സിന് എന്ത് വേണം? യെസ്, പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ മീഡിയം വേണം അല്ലേ, മീഡിയം വേണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യം, ഫസ്റ്റ് ഇയറിലെ വേവ്സിൽ നമ്മൾ പഠിച്ച കാര്യം. പിന്നെ നമ്മളിതാ പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇതിനെന്ത് വേണ്ട? മീഡിയം വേണ്ട. ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ, ഏറ്റവും ഒരു അടിപൊളി എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ സൺലൈറ്റ് എവിടെ നിന്ന് വരുന്നത്? സ്പേസിൽ നിന്നാണ് വരുന്നത്. അവിടെ മീഡിയം ഉണ്ടോ? ഇല്ല. എന്നിട്ടും ലൈറ്റ് വരുന്നുണ്ട് അല്ലേ. അതായത് അത്തരം വേവ്സിന്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണ്ട? മീഡിയം ആവശ്യമില്ല. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എൻറ്റയർലി പറയാൻ പോകുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ആൻഡ് ഒരു ടൈപ്പ് വേവും കൂടിയാണ് ഉള്ളത്, അതാണ് നമ്മുടെ മാറ്റർ വേവ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനിയും ഒരു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിക്കും. ഡുവൽ നേച്ചർ നമ്മൾ പഠിക്കും. ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മാറ്റർ വേവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇതാണ് നമുക്ക് മേജർ ആയിട്ട് അറിയേണ്ട 3 ടൈപ്പ് വേവ്സ് എന്ന് പറയുന്നത്. ഇതിലതായി 2ാമത്തെ വേവിനെ കുറിച്ചിട്ടാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് തുടങ്ങാം. ഓൾ സെറ്റ് അല്ലേ? സോ ഈ ഒരു സംഭവം തുടങ്ങുമ്പോഴത്തേനും നമുക്കറിയാം, നമ്മൾ 4th ചാപ്റ്ററിൽ അല്ലെ, നമ്മുടെ മൂവിങ് ചാർജസിൽ നമ്മൾ പറഞ്ഞു കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ നമ്മൾ 6th ചാപ്റ്ററിലോട്ട്, ഇൻഡക്ഷനിലോട്ട്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ചേഞ്ച് ഇൻ ഫീൽഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് produces current. Produces current. സോ 4ാമത്തെ ചാപ്റ്ററിൽ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുമ്പം കറണ്ട് പ്രൊഡ്യൂസ് ആവുന്നു. ഒന്നിൽ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മറ്റതിൽ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം മാക്സ്വെല്ലിന് ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ടായി. ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ടായി. ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാരിയിങ് ഇലക്ട്രിക് ഫീൽഡിന്, സ്റ്റേബിൾ അല്ല, വാരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യാൻ പറ്റുമോ? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇതാണ് എന്താ പറയുക, ഫസ്റ്റത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ ആരംഭം എന്ന് പറയുന്നത്. മാക്സ്വെല്ലിന്റെ ഈ ഒരു തോട്ടാണ് ഈ ഒരു ചാപ്റ്ററിലോട്ട് നമ്മളെ എത്തിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. തുടങ്ങാം. യെസ്, സോ നമ്മൾ പതുക്കെ തുടങ്ങുവാണേ. ഞാൻ ഫോണൊന്ന് സൈലൻ്റ് ആക്കിക്കോട്ടെ, സൈലൻ്റ് ആക്കാൻ ഞാൻ മറന്നുപോയി. ഫൈൻ, യെസ്.
അപ്പോൾ നമ്മൾ തുടങ്ങുവാണ്. നമ്മുടെ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ചാപ്റ്റർ 4 നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ? ഇലക്ട്രിക് കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ? യെസ്, അത് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തതോ ചാപ്റ്റർ 6 നമ്മൾ പഠിച്ചു മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പം, ദാറ്റ് മീൻസ് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. വി ഹാവ് സീൻ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ദ ടൈം ഗിവ്സ് റൈസ് ടു എൻ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സ്വെല്ലിന്റെ ചോദ്യം അതാ ഇവിടെ കിടക്കുവാണ്. എന്താണ്? യെസ്, ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ടൈം. ദാറ്റ് മീൻസ് എന്താ? ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ടൈം എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, വാരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, സ്റ്റേബിൾ അല്ലാത്ത ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഡസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ചിങ് വിത്ത് ടൈം ഗിവ്സ് റൈസ് ടു മാഗ്നറ്റിക് ഫീൽഡ്? അതൊരു വലിയൊരു ചോദ്യമായിരുന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാരി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്തുകൂടാ? ഓക്കെ അല്ലേ? അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സംഭവം തുടങ്ങുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ റിസർച്ചുകളിൽ നിന്ന് അദ്ദേഹം ഫസ്റ്റ് ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. അതായത് നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോ ഉണ്ടല്ലോ. എന്താണ് നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോ? യെസ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl which is equal to μ0I. ഓക്കെ, അതായത് ഒരു ആംപീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട്. ഓക്കെ, സോ അവിടെ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? μ0 ടൈംസ് ദ കറണ്ട് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു വശപ്പശക്കുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ തെറ്റാണെന്നാൽ കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ, അതായത് ആംപിയർ സർക്യൂട്ടൽ ലോ കറക്റ്റ് ആകും എന്നാണ് മാക്സ്വെല് ഫസ്റ്റ് പറയുന്നത്. അവിടെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ് ID. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സ്മോൾ ലെറ്റർ ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് മേ ബി, ദിസ് ഇസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ മിസ്സിംഗ് പാർട്ട് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ. സോ ഫാർ ഇത്രയും മനസ്സിലാക്കുക. ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, ആംപിയർ സർക്യൂട്ടൽ ലോ നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ പഠിച്ചപ്പം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl is equal to μ0I. ഇതിലെന്തോ ഒരു കുറവുണ്ട്. ആ കുറവാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു ടേം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. ഇനി എന്ത് ചെയ്തു? ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ട് മാക്സ്വെൽ കുറച്ച് ഇക്വേഷൻസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഇക്വേഷൻ ഓക്കെ ടുഗദർ വിത്ത് ദ ലോറൻസ് ഫോഴ്സ് ഫോർമുല ദേ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ഓൾ ദ ബേസിക് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രഡിക്ഷൻ ടു എമർജ് ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ ഇസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സോ ഇങ്ങനെയുള്ള ഈ ഒരു സ്റ്റഡി തുടങ്ങിയപ്പോഴാണ് എന്താവുന്നത്? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത്. അത്രയും നാൾ നമ്മൾ എന്താ പറയുന്നത്? യെസ്, ഈ വേവ്സിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യെസ്, മീഡിയം വേണം. അത്തരത്തിലുള്ള വേവ്സ് ആണല്ലേ, തിരമാലകളും അല്ലേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവത്തിൽ നിന്ന്, ഈ ഒരു ചോദ്യത്തിൽ നിന്നെന്ന് വേണമെങ്കിൽ പറയാം. അതായത് വാരിയിങ് ഇലക്ട്രിക് ഫീൽഡിന് എന്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തുകൂടാ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇന്നിപ്പം നിങ്ങൾ എന്നെ കാണുന്നതടക്കം എന്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്? യെസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണല്ലേ. അപ്പം നമുക്ക് ചുറ്റിനും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉണ്ട്. ഇന്നത്തെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാത്തിലും എന്തുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. സോ അത്തരം ഒരു വലിയൊരു സംരംഭത്തിലോട്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഈ ഒരു ആദ്യത്തെ കാൽവെപ്പ്, അദ്ദേഹത്തിന്റെ ഈ ഒരു തോട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി അടുത്തത് ഈ മാക്സ്വെൽ എന്ത് ചെയ്തു? ഇതിനെ പ്രൂവ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഇക്വേഷൻസ് എല്ലാം വെച്ചിട്ട് പ്രൂവ് ചെയ്തു, തിയററ്റിക്കലി പ്രൂവ് ചെയ്തു. പക്ഷെ അതിന്റെ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയത് ആരായിരുന്നു? 1885 ഹെഡ്സ് ആണ് എന്ത് ചെയ്തത്? എക്സ്പെരിമെന്റലി ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ എക്സിസ്റ്റൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ആരാണ്? ഹെർട്സ് ആണ്. ഓക്കെ, അതായത് മാക്സ്വെൽ കംപ്ലീറ്റ് ആയിട്ട് തിയററ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റ്സും എല്ലാ ഇക്വേഷൻസും എല്ലാം ജനറേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഇക്വേഷൻസിൽ നിന്നൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതും വ്യക്തമായി. പക്ഷെ അതൊരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ത്രൂ നമുക്ക് കൺവിൻസ്ഡ് ആയത് എങ്ങനെയാണ്? ഹെർട്സ് ത്രൂ ആണ്. ദെൻ യെസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതിന്റെ കോൺസിക്വൻസസ് ആണ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലോട്ട് വരും. അവിടെ നമ്മൾ സോഴ്സ് എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവുന്നത് നമ്മൾ പഠിക്കും. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പഠിക്കും എന്താണ് ഇതിന്റെ നേച്ചർ, എന്താണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് അറ്റ് ദി എൻഡ് നമ്മൾ ആരെയും കൂടെ പറയും? യെസ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പം ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ
കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററുകൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ചോദ്യം മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ? അതിന്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും എല്ലാം ആര് കണ്ടെത്തിയിട്ടുണ്ട്? മാക്സ്വെൽ കണ്ടെത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിന്റെ ഡെമോൺസ്ട്രേഷൻ നടത്തിയത് ഹെർട്സ് ആണ്. സോ അന്നത്തെ ആ ഒരു സ്റ്റഡിയാണ് ഇന്നും എന്ത് ചെയ്യുന്നത്, നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ചുറ്റിനും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. ഈവൺ ഇപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലും എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ സപ്പോർട്ട് കൊണ്ടാണ്. സോ യെസ്, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. അപ്പൊ നമ്മൾ അഗെയിൻ ചാപ്റ്റർ 4 പോകുന്നത് കേട്ടോ. ഇലക്ട്രിക് കറണ്ട് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. Okay, alle? Maxwell showed that for logical consistency, a changing electric field must also produce magnetic field. Important ആണ് കേട്ടോ. A changing electric field. ഈ ഒരു ചാപ്റ്ററിൽ entirely നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. A changing electric field must also produce magnetic field. This effect is of great importance because it explains the existence of radio waves, gamma rays, visible rays, and visible light, as well as all other forms of electromagnetic waves. Then again നമ്മൾ എന്ത് ചെയ്തു, ആംപിയർ സർക്യൂട്ടൽ ലോയിലോട്ട് വന്നു. നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ഇന്റഗ്രൽ അല്ലേ, ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot dl which is equal to mu 0 I. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന നമ്മുടെ നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. സോ ഈ സംഭവം, അതായത് ഈ ആംപിയർ സർക്യൂട്ടൽ ലോ പല സ്ഥലങ്ങളിലും ഫെയിൽ ആയി വന്നു. ആ ഫെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. ആ ഇൻകൺസിസ്റ്റൻസി മാറുന്നത് എങ്ങനെയാണ്? ഒന്നുമില്ല, B dot dl which is equal to mu 0 IT. ഓക്കെ, IT എന്ന് പറഞ്ഞ ഒന്നുമില്ല കേട്ടോടാ, ഒന്നുമില്ല, വിച്ച് മീൻസ് ടോട്ടൽ കറണ്ട്. ആ ടോട്ടൽ കറണ്ടിൽ നമുക്ക് 2 ടേം വരും. ഓക്കെ, അതായത് ഐ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് വരും, IC പ്ലസ് ID. ID എന്നുള്ളത് നമ്മൾ ഓൾറെഡി ആ പേര് നമ്മൾ പറഞ്ഞു, എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് അല്ലെ. ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടക്ഷൻ കറണ്ട് ആണ്. ക്ലിയർ? അപ്പം ഇതാണ് നമ്മുടെ 2 ടൈപ്പ് കറണ്ട്. അതായത് ഒരു സർക്യൂട്ടിൽ നമുക്ക് പറയുവാണെങ്കിൽ അവിടെ 2 ടൈപ്പ് കറണ്ട് ഉണ്ട്. ആ കറണ്ട് ആണ് ഒന്ന് കണ്ടക്ഷൻ കറണ്ടും ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും എന്ന് പറയുന്നത്. ക്ലിയർ? ഈ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണം അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസ് കാരണം ഉണ്ടാകുന്ന കറണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ IC അല്ലെങ്കിൽ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഫ്ലോ ഓഫ് ചാർജസ് അല്ലെ. അതായത് നമ്മൾ യൂഷ്വലി പറയുന്ന കറണ്ട് ഫ്ലോ ഓഫ് ചാർജസ് ആണ് നമ്മൾ ഈ പറയുന്ന IC കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ID എന്നുള്ളതിലോട്ടാണ് നമ്മൾ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ചെറിയൊരു നമ്മൾ എന്താ പറയുക, നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഒക്കെ പഠിച്ച സമയത്ത് നമുക്കറിയാം, ഇതാണ് 2 പ്ലേറ്റ്സ്. ഓക്കെ അല്ലേ, 2 പ്ലേറ്റ്സ്. സോ ഇത് നമ്മൾ കണക്ട് ചെയ്യുവാണ്, ഒരു ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ വൺസ് എന്താ പറയുക, ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ, ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. ഇനി നമ്മളിത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് പതുക്കെ ഇവിടെ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, ഇവിടെ നെഗറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. ക്ലിയർ അല്ലേ? സോ നമുക്കറിയാം ഇത് പെട്ടെന്ന് വന്നിട്ട് എല്ലാ പോസിറ്റീവ് ചാർജും ഒന്നടങ്കം ഈ പ്ലേറ്റിലോട്ട് വരുമല്ല. ഗ്രാജുവലി പതുക്കെ എന്ത് ചെയ്യുകയാണ്, ഈ പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ വന്ന് അക്യുമുലേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുക, കൂടി വരുവാണ്. ക്ലിയർ ആയോ? അതായത് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ 2 പ്ലേറ്റ്സ് ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, ഇത് നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ എവിടെയാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അവിടെ പോസിറ്റീവ് ചാർജസ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്യും. സോ ഈ ഒരു പ്ലേറ്റിനോടാണ് ഞാൻ പോസിറ്റീവ് ചാർജസ് പോസിറ്റീവ് സൈഡ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ആദ്യം 1 വരും, പിന്നെ 2 വരും, പിന്നെ 3 വരും, അങ്ങനെ എന്ത് ചെയ്യും? യെസ്, അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, അവിടെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ആവുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? യെസ്, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ എന്തായിരിക്കും? യെസ്, നെഗറ്റീവ് ചാർജസും അക്യുമുലേറ്റ് ചെയ്യും. അവിടെ ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഇവിടെ ആണെങ്കിലോ ഇവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് തന്നെ ഡയറക്ഷൻ. പക്ഷേ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? യെസ്, സമയം കൂടും തോറും ഇങ്ങനെ കൂടി വരും. കാരണം എന്താണ്? അതിനനുസരിച്ച് പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുവാണ്, നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുവാണ്. സോ അതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കൂടി വരും. ഓക്കെ അല്ലേ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടി വരും. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഇവിടെ ഞാനൊരു ലൂപ്പ് കൺസിഡർ ചെയ്തു.
ഓക്കെ, അതായത് ഒരു പ്ലേറ്റിനടുത്ത് ഞാൻ ഒരു ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. അങ്ങനെ ആ ലൂപ്പ് കൺസിഡർ ചെയ്തപ്പം എനിക്കൊരു കാര്യം മനസ്സിലായേ. എന്താണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം? യെസ്, ഇവിടെ നിന്ന് വരുന്ന ചാർജസിന്റെ ഫ്ലോ കാരണമാണ് കറണ്ട് ഉണ്ടാകുന്നത്. IC നമുക്കറിയാലോ, കിർച്ചോഫ് ലോ അനുസരിച്ചിട്ട് എത്ര കറണ്ട് ഇതിലൂടെ പാസ് ചെയ്തോ അത്രയും കറണ്ട് ഇതിലൂടെ പോകണം. ഓക്കെ, കറണ്ട് പോകണം. സോ എനിക്കറിയാം ഇതിലൂടെ വരുന്ന കറണ്ടിന് ഞാൻ പറഞ്ഞല്ലോ ചാർജസിന്റെ ഫ്ലോ കാരണമാണെങ്കിൽ ഞാൻ പറഞ്ഞു കണ്ടക്ഷൻ കറണ്ടാണ്. അപ്പൊ കണ്ടക്ഷൻ കറണ്ട് അവിടെ ഉണ്ട്. സോ ഇവിടെ ഞാൻ നോക്കുമ്പോൾ അതേ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തും പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയയിൽ എന്ത് നടക്കുന്നില്ല, ചാർജസിന്റെ ഫ്ലോ നടക്കുന്നില്ല. പക്ഷെ വന്ന കറണ്ട് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ആ കറണ്ട് എങ്ങനെയാണ് വന്നത്? യെസ്, ഇവിടെ നമുക്ക് മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡ് കൂടി വരിക. ദാറ്റ് മീൻസ് ഇവിടെ വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനലും ഇവിടെ ഒരു നെഗറ്റീവ് ടെർമിനലും ആണ്. സോ ഇവിടെ പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നു, ഇവിടെ നെഗറ്റീവ് ചാർജസും അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജസും അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. പക്ഷെ അത് സ്റ്റേബിൾ അല്ല. ഇവിടെ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് ഫീൽഡും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്തപ്പം അവിടെയുള്ള കറണ്ട് IC ആണ്. അതേ കറണ്ട് തന്നെ ഇതിലൂടെ പുറത്തും പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ത് നടന്നിട്ടില്ല? ഇവിടെ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ചാർജിന്റെ ഫ്ലോ നടന്നിട്ടില്ല. പകരം ഇവിടെ എന്താ നടന്നത്? വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ വിളിച്ച ID. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, കൂടുതൽ അവിടെ ചത്തു പഠിക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. 2 പ്ലേറ്റ്സ്, ഇവിടെ ഇതിന്റെ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൂടെ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് അവിടെ ജനറേറ്റ് ആവും. അവിടെ വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉണ്ടാകുന്നത്. ആ വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ്, ഓക്കെ, ആ വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ എഴുതിയ ഇക്വേഷനിൽ B.dl which is equal to mu 0 IT എന്ന് നമ്മൾ എഴുതിയല്ലോ, I total എന്ന്. സോ ഇതിനൊന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും, mu 0 IC plus ID. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു സോണിൽ, അതായത് ഈ ഒരു ഭാഗത്ത് ഇവിടെ എന്താണ്? I total എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to IC ആണ്. ഇവിടെ ആണെങ്കിലോ ഇവിടെ ചാർജസിന്റെ ഫ്ലോ ഇല്ല. ദാറ്റ് മീൻസ് ഇവിടെ ICന്റെ വാല്യൂ 0 ആണ്. അപ്പം I total എന്ന് പറയുന്നത് ഇവിടെ എത്ര ആയിട്ട് വരും? ID ആയിട്ട് വരും. ദാറ്റ് മീൻസ് IC is equal to ID. ക്ലിയർ? ഓൾ സെറ്റ്? യെസ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇനി ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. അതായത് ID എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ε0 d∅e/dt. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. φe എന്ന് കൊടുക്കാൻ എന്താ കാര്യം? ഇവിടെ ഒരു എന്താ കൊടുക്കാൻ കാരണം? ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കേട്ടോ, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഫ്ലക്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്, ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്. ഇവിടെ ആരാ? ഇലക്ട്രിക് ഫ്ലക്സ് ആണ് വരുന്നത്. ID which is equal to ε0 d∅e/dt. ഓക്കെ, ε0 d∅e/dt. ഈ φe എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ക്ലിയർ അല്ലേ? ε0 ഇൻറ്റു d∅e/dt. അതിലെ ഈ ഫൈ എന്താണ് സൂചിപ്പിക്കുന്നത്? φe എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ കാരണം എന്തായിരുന്നു? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രിക് ഫ്ലക്സ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി φe എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം വിച്ച് ഇസ് ഈക്വൽ ടു EA ആണ് അല്ലേ? സോ ഇവിടെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? EA എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നത് 2 പാരലൽ പ്ലേറ്റുകൾക്കിടയിലാണ് അല്ലേ? പാരലൽ പ്ലേറ്റിന്റെ ഇടയിൽ മാത്രമേ ഫീൽഡ് ഉണ്ടാകത്തുള്ളൂ. പുറത്ത് എന്താണ്? പുറത്ത് ഫീൽഡ് ഉണ്ടാകുന്നില്ല. അത് നമുക്കറിയാം അല്ലേ? പാരലൽ പ്ലേറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാ നമ്മുടെ ചാപ്റ്ററിൽ. സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഔട്ട്സൈഡ് അതായത് പാരലൽ പ്ലേറ്റിന് പുറത്ത് എന്തില്ല? ഫീൽഡ് ഇല്ല. ഇൻസൈഡ് മാത്രമാണുള്ളത്. ഇൻസൈഡ് ഉള്ള ഫീൽഡിന്റെ വാല്യൂ ആണ് σ/ε0. ഓക്കെ, σ/ε0. ഇനി ഇവിടെ ഒരു എയും കൂടെ ഉണ്ട്. ഇനി സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചാർജ് ബൈ ഏരിയ ആണ്. സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. QA∈0A. ഓക്കെ, സിഗ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, Q/A എന്ന് കൊടുത്തു. എയും എയും ക്യാൻസൽ ആയി പോയി, എനിക്ക് കിട്ടി Q/ε0. അതായത് ഫ്ലക്സ് d∅/dt φe എനിക്ക് കിട്ടിയേക്കുവാണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് Q/ε0. എങ്ങനെയാ വന്നെന്ന് മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം
പാരലൽ പ്ലേറ്റിന്റെ ഇൻസൈഡ് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഫീൽഡ് ഉണ്ടാവത്തുള്ളൂ. ഔട്ട് സൈഡ് ഫീൽഡ് ഉണ്ടാവത്തില്ല. ഈ ഇൻസൈഡ് ഉള്ള ഫീൽഡ് കാരണമാണ് നമുക്ക് എന്ത് കിട്ടിയത്, ID കിട്ടിയത് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കിട്ടിയത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞു ആ 5E വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു E ഇൻറ്റു A ആണ്. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സിഗ്മ ബൈ എപ്സിലൺ 0 ഇൻറ്റു A. സിഗ്മയ്ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. സിഗ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, Q ബൈ A. അപ്പൊ Q ബൈ A കൊടുക്കുമ്പോൾ എയും ക്യാൻസൽ ആയി പോയി എനിക്ക് കിട്ടുന്നു എന്താണ്, Q ബൈ എപ്സിലൺ 0. ഇനി എന്താണ് നമ്മുടെ ഇക്വേഷൻ, എന്താ, ID which is equal to, okay, ID which is equal to എന്താണ്, എപ്സിലൺ 0 d phi E by dt. okay, so എപ്സിലൺ 0 d by dt of Q by എപ്സിലൺ 0. അതിൽ ഈ എപ്സിലൺ 0യും ഈ എപ്സിലൺ 0യും ക്യാൻസൽ ആയി പോകും. കാരണം എപ്സിലൺ 0 പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് നമുക്ക് എന്ത് കിട്ടും, ID which is equal to dQ by dt. dQ by dt എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് അല്ലേ. ഓക്കെ, ക്ലിയർ. സോ എപ്സിലൺ 0 d5 by dt, എപ്സിലൺ 0 into d5 by dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുവാണ് ID which is equal to dQ by dt എന്ന് കിട്ടുവാണ്. അതാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. Okay, this implies that for consistency. Clear അല്ലേ? Yes. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഉള്ളൂ. This is the missing term in ampere circuit അല്ലോ. If we generalize this law by adding this, so ഈ ഒരു ലോവിനെ, അതായത് നമ്മുടെ ഈ ഇന്റഗ്രൽ B dot dl which is equal to mu 0 I എന്ന് പറയുന്നതാണ് ആംപിയർ സർക്യൂട്ട് അല്ലോ. ഇനി ഇതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, യെസ് ID പ്ലസ് IZ എന്ന് നമ്മൾ ഇട്ടു അല്ലെ, കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ആഡ് ചെയ്തിട്ടു. സോ നമുക്ക് ഇതിനെന്ത് പറയാം, ആംപിയേഴ്സ് മാക്സ്വെൽസ് ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ആംപിയേഴ്സ് മാക്സ്വെൽസ് ലോ എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ കറണ്ട് ക്യാരിഡ് ബൈ കണ്ടക്ടേഴ്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ചാർജസ്. നമ്മൾ പറഞ്ഞു IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, എങ്ങനെ വരുന്നത്, ഫ്ലോ ഓഫ് ചാർജസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ID അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇതിനെന്ത് പറയാം, മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ്, അതാണ് പ്രോപ്പർ ആയിട്ടുള്ള പേര്, മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമ്മൾ എന്ത് വിളിക്കും, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആണ് ടോട്ടൽ കറണ്ട് I ടോട്ടൽ നമ്മൾ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ I കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദാറ്റ് ഇസ് ഈക്വൽ ടു IC പ്ലസ് ID. IC അങ്ങനെ തന്നെ ഇട്ടു. ആൻഡ് IDക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു, യെസ് IDന്റെ ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്സിലൺ 0 d phi E. ഓക്കെ, ഡിവൈഡഡ് ബൈ dt. E ഇടാൻ മറക്കരുത് കേട്ടോ, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഇനി അടുത്തത്, this means that outside the capacitor place we have only conduction current. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മുടെ പാരലൽ പ്ലേറ്റ് ഇരിക്കുവാണെങ്കിൽ ഇവിടെയും എന്തില്ല, ഇവിടെ നമുക്ക് എന്താ പറയാ, ഫ്ലോ ഓഫ് ചാർജസ് കാരണമായിരിക്കും. ദാറ്റ് മീൻസ് IC ആണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ കറണ്ട് സ്മോൾ ലെറ്റർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓക്കെ, യെസ്. സോ ഇതാണ് പാരലൽ പ്ലേറ്റ്. ഇവിടെ വരുന്നത് ഫ്ലോ ഓഫ് ചാർജസ് കാരണമാണ്. സോ ടോട്ടൽ കറണ്ടിന് സ്മോൾ ലെറ്റർ I എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം കണ്ടക്ഷൻ കറണ്ട് IC. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലും എന്തായിരിക്കും, I is equal to IC ആയിരിക്കും. കാരണം എന്താണ്, ഔട്ട്സൈഡ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. പക്ഷെ ഇവിടെ I എന്ന് പറയുന്നത് എന്തായിരിക്കും, ID ആയിരിക്കും. ബിക്കോസ് ഇവിടെ വാരിങ് ഇലക്ട്രിക് ഫീൽഡ് ആണുള്ളത്, അതാണ് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ICന്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഓക്കെ, ICന്റെ വാല്യൂ 0 ആണ്. സോ ഫ്രം ദിസ് നമുക്ക് കിട്ടി I is equal to ID ആണ്. ക്ലിയർ? യെസ്. ദെൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റഗ്രൽ B ഡോട്ട് dl വിച്ച് ഇസ് ഈക്വൽ ടു mu 0 IC പ്ലസ് ID. ഓക്കെ, ഇതിനെ തന്നെ എങ്ങനെ എഴുതാം, mu 0 IC പ്ലസ് mu 0 ഇൻറ്റു എപ്സിലൺ 0 d5 E by dt. ഇതാണ് നമ്മുടെ ആംപിയർ മാക്സ്വെൽസ് ലോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആംപിയേഴ്സ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആംപിയർ മാക്സ്വെൽ ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താടാ, ഇതാണ് നമ്മൾ എഴുതി വെക്കേണ്ട ഇക്വേഷൻ. ഓക്കെ അല്ലേ? യെസ്. In all respects, the displacement current has the same physical effects of the conduction current. രണ്ടിന്റെ physical significance എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം തന്നെയാണ്. In some cases, for example, steady electric field in a conducting wire, the displacement current may be 0. Okay, since the electric field E does not change with time. ഓക്കെ, അതായത് വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഇൻ അതർ കേസ്, ഫോർ എക്സാമ്പിൾ, ദ ചേഞ്ചിങ് കപ്പാസിറ്റർ above both conduction and displacement current may be present in different regions of the space. In most of the cases, they both may be present in the same region of space, as there exists no perfectly conducting or perfectly insulating medium. Most interestingly, there may be large regions of space where there is no conduction current. Okay, there is no conduction current, but there is only displacement
current due to time varying electric field. In such a region we expect magnetic field through there is no conduction. ഇനി ഇതാണ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ വാക്വം എന്ന് പറയുന്നത്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ 0, ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എ വിച്ച് ഇസ് ഈക്വൽ ടു 0, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി, ദെൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പൊ നമ്മൾ പറഞ്ഞ ആംപിയർ മാക്സ്വെൽ. ഇനി ഇന്നത്തെ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പറഞ്ഞത് നമുക്ക് 2 ടൈപ്പ് കറണ്ട് ഉണ്ടാവും, കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസ് കാരണം ഉണ്ടാകുന്നതാണ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ച 2 കാര്യങ്ങൾ. ദെൻ നമ്മൾ എന്താ പറഞ്ഞത്, യെസ്, ഈ ഐ ഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സിലൺ 0 ടൈംസ് ഡി ഫൈ ഇ ബൈ ഡി ടി ആണ്. ആൻഡ് ആംപിയർ സർക്യൂട്ടൽ ലോ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ പ്ലസ് ഐ സി പ്ലസ് മ്യൂ 0 എപ്സിലൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഓൾ സെറ്റ്? യെസ്. ഇനി എന്താ പറയാനുള്ളത്, എപ്സിലൺ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ ദാറ്റ് ഇസ് പെർമിറ്റിവിറ്റി, ആൻഡ് മ്യൂ 0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. മ്യൂ 0 ഇസ് പെർമിയബിലിറ്റി ആൻഡ് എപ്സിലൺ 0 ഇസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ആംബിയസ് മാക്സ്വെൽസ് ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കണ്ടക്ഷൻ കറണ്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ യെസ്, നമ്മുടെ മാക്സ്വെൽ ഇക്വേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സും ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇതും, ദെൻ ആംബിയസ് ആൻഡ് മാക്സ്വെൽസ് ലോയും. ഓക്കെ, ഇനി അടുത്തതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ വലിയ കഥകളൊന്നും നിങ്ങൾ കാണാൻ പോകണ്ട. 3 പോയിന്റ്സ് മാത്രം നിങ്ങളത് പഠിച്ചാൽ മതി. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ സോഴ്സസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഓസിലേറ്റിംഗ് ചാർജ്. ഓക്കെ, ഓസിലേറ്റിംഗ് ചാർജ്. സെക്കൻഡ് വൺ is accelerated charges. Accelerating charges is also fine. Okay, accelerated charges. Then third one is atomic excitation. Okay, so oscillating charge എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അതായത് ഞാനൊരു പോയിന്റ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്റെ ചാർജ് ഇവിടെ ഇരിക്കുന്നത്, ഇതിനെ ഞാൻ എന്ത് ചെയ്യുവാണ്, ഊഞ്ഞാലാടുന്ന പോലെ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. സോ അവിടെ എന്തുണ്ടാവും, യെസ്, നമ്മുടെ ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇപ്പോഴും വന്നില്ല. അത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ പറയുക. പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡിന് എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യത്തിന്റെ എന്താ പറയുക, അതും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടുള്ള ബന്ധം ഇതാണ്. ഓക്കെ, ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുള്ളൂ, നമ്മുടെ വേവ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാവത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദിസ് is the first source of എന്താ പറയുക, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഓസിലേറ്റിംഗ് ചാർജ്. സെക്കൻഡ് വൺ is ആക്സിലറേറ്റഡ് ചാർജ്. ആക്സിലറേറ്റഡ് ചാർജ് എന്ന് പറഞ്ഞൊന്നുമില്ല, ഫാസ്റ്റ് മൂവിങ് ഒരു ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. ഓക്കെ, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. സോ ഇതിങ്ങനെ ടാർഗറ്റിലോട്ട് വരുമ്പോൾ ഈ ടാർഗറ്റ് ഇതിനെ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ആവും, എക്സ്റേസ് പ്രൊഡ്യൂസ് ആവും. എക്സ്റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇനി ആറ്റോമിക് എക്സൈറ്റേഷൻ. ആറ്റോമിക് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹയർ എനർജിയിൽ നിന്നും ലോവർ എനർജിയിലോട്ട് എന്ത് ചെയ്യും, യെസ്, നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് E2 മൈനസ് E1 വിച്ച് ഇസ് ഈക്വൽ ടു H nu അല്ലേ. യെസ്, ഇങ്ങനെ എനർജി പാക്കറ്റ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. ഇവർ ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലോട്ട് പോകുമ്പോൾ എനർജി പാക്കറ്റ്സ് ആണ്. ദിസ് ഈസ് സംതിങ് വി കോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഓക്കെ, സോ ഈ 3 സാഹചര്യങ്ങളാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഓസിലേറ്റിംഗ് ഡ്യൂ ടു ഓസിലേറ്റിംഗ് ചാർജ്, സെക്കൻഡ് വൺ ഇസ് ആക്സിലറേറ്റിംഗ് ചാർജ്, ആൻഡ് തേർഡ് വൺ ഇസ് ആറ്റോമിക് എക്സൈറ്റേഷൻ. ക്ലിയർ, ഓൾ സെറ്റ്? യെസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, യെസ്,
അപ്പം എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ ആ ടൈം ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. മിസ് എനിക്കിത് മനസ്സിലായിട്ടില്ലെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് തിരിച്ച് ക്ലിയർ ആക്കി പറഞ്ഞു തരാനുള്ള നല്ല മനസ്സ് എനിക്കുണ്ട്. സോ ജസ്റ്റ് നിങ്ങളുടെ ഒരു മെസ്സേജ് മാത്രം മതി. മിസ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, മിസ് ഇത് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല, അതൊന്ന് പറഞ്ഞു തരുമോ, ഇത്രയും ചോദിച്ചാൽ മതി. മക്കളെ പറഞ്ഞു തരുന്നതായിരിക്കും. അതിലൊന്നും നിങ്ങളൊരു മടിയും വിചാരിക്കേണ്ട. നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ബാധ്യസ്ഥരാണ്. സോ അതുകൊണ്ട് എപ്പോൾ വേണേലും ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, യെസ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ വൺ ഷോട്ടൊക്കെ കണ്ടു കാണും, മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വൺ ഷോട്ടിനും ജസ്റ്റ് ഒന്ന് ഒരു റിപ്ലൈ തരാം. മിസ് ഒരു ലൈവ് സെഷനും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ചാപ്റ്റർ സെറ്റ് ആവും എന്ന് പറയുവാണെങ്കിൽ വീട്ടിൽ നമ്മൾ ലൈവ് സെഷൻ വെക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമുക്ക് സോഴ്സസിൽ പഠിക്കാനുള്ളത്. ബാക്കി ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാം. കാര്യപ്പെട്ട രീതിയിലുള്ള ഒരു കാര്യം ഇതിലില്ല. സോ ആക്സിലറേഷൻ മോഡ് നമ്മളിപ്പം എന്താണ് സോഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആക്സിലറേറ്റഡ്. കാരണം ഈ ഓസിലേറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ, സോ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കൽ ജനറേറ്റ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ്. ആക്സിലറേറ്റഡ് ചാർജ് പാർട്ടിക്കൽ പ്രൊഡ്യൂസ് ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായല്ലോ? സോ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പം അവിടെ ആരുണ്ടാവും? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ കാണാൻ പറ്റും എക്സ് ആക്സിസിൽ എന്താണ് ഇ, അതായത് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഒരു സൈൻ വേവ് പോലെ പോവുകയാണ്. ഇനി വൈ ആക്സിസിലാണ് ബി. കാരണം എന്തുവാ? ഇ ആൻഡ് ബി എന്തായിരിക്കണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇ ആൻഡ് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എം എങ്ങനെയായിരിക്കും, ബി എങ്ങനെയായിരിക്കും പോകുന്നത്? ഇങ്ങനെയായിരിക്കും, ഈ പ്ലെയിനിലായിരിക്കും. മനസ്സിലായല്ലോ? ഈ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടും മറ്റേ ടൈം ചെയ്യാൻ അറിയില്ല കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പോകുന്നതെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ഇതിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും ആരെന്ന് പറയുന്നത്? നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ എക്സ് ആക്സിസിലും ഓക്കെ ബി വൈ ആക്സിസിലും ആണെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? സെഡ് ആക്സിസിന്റെ ഡയറക്ഷനിലായിരിക്കും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇത് മൂന്നും എന്താണ്? ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ക്ലിയർ? ഓൾ സെറ്റ്? യെസ്. സോ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന് മനസ്സിലാക്കാനുള്ളത്. ആൻഡ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണ് E0 സൈൻ KZ മൈനസ് ഒമേഗ ടി. E0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ആൻഡ് BY വിച്ച് ഇസ് ഈക്വൽ ടു B0 സൈൻ KZ മൈനസ് ഒമേഗ ടി. ഓക്കെ അല്ലേ? ആൻഡ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ വിച്ച് ഇസ് നോൺ ആസ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഇതൊക്കെ നിങ്ങൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ +1 പഠിച്ചു കാണും. ഓക്കെ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റും എല്ലാം നിങ്ങൾ പഠിച്ചു കാണും. സോ EX വിച്ച് ഇസ് ഈക്വൽ ടു E0 സൈൻ KZ മൈനസ് ഒമേഗ ടി ആൻഡ് BY വിച്ച് ഇസ് ഈക്വൽ ടു B0 സൈൻ KZ മൈനസ് ഒമേഗ ടി. ആൻഡ് നമുക്കറിയാം നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? Z ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, K is related to the wavelength lambda of the wave by the usual equation. നമുക്കറിയാം K is equal to 2 pi by lambda. ഇതും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. Okay, and then omega is the angular frequency, K is the magnitude of wave vector or നമുക്ക് പറയാം propagation vector, and direction describes the direction of propagation of the wave. Okay, അതായത് K ന്റെ ഡയറക്ഷൻ കൊടുക്കുന്നത് എന്തിനാണ്? യെസ്, നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും. and the speed of propagation wave is omega by K. Okay, so നമുക്ക് എഴുതാം omega by K which is equal to propagate ചെയ്യുന്ന വേവിന്റെ സ്പീഡ്. ഓക്കെ, ആൻഡ് ഇതിന് തന്നെ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടെ എഴുതാം, 1/√μ0ε0. ഓക്കെ, μ0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെർമിയബിലിറ്റി ആണ്. ε0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് പെർമിറ്റിവിറ്റി. സോ 1/√μ0ε0. ക്ലിയർ അല്ലേ? യെസ്. ഇതാണതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് 11 ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. കാരണം നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇതിനെ തന്നെ നമുക്ക് ഒന്നും കൂടെ എഴുതുവാണ്. അതായത് ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2πμ അല്ലെങ്കിൽ 2πf ഫ്രീക്വൻസിയുടെ ടേംസിലോട്ട് നമ്മൾ എഴുതുന്നു. ദെൻ C ഇൻറ്റു K നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു Kന്റെ റിലേഷൻ എന്താണ്? 2π by lambda അല്ലേ? സോ ഞാനത് കൊടുത്തു 2π by
ലാംഡ എന്ന് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2π ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം മ്യൂ ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, സോ ഇത് അടുത്തൊരു റിലേഷൻ ആണ്. സോ ഇത് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഫോർമുല ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇക്വേഷൻസ് ആയിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇനി വേറൊരു കാര്യം, സി കിട്ടണമെങ്കിൽ വേറൊരു ഇക്വേഷൻ ആണ് B0/E0. നമ്മുടെ പീക്ക് വാല്യൂസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റേഷ്യോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സി കിട്ടും, അതായത് പ്രൊപ്പഗേഷൻ സ്പീഡ് കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ സീൻ ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആർ റിലേറ്റഡ് ആസ്. ഓക്കെ, യെസ്. ഇനി we here make remarks on some features of electromagnetic wave. They are self-sustaining oscillations of electric and magnetic field in free space or vacuum. They differ from all other waves we have studied so far. In respect, no material medium is involved in the vibrations of electric and magnetic fields. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ +1 ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ മീഡിയം വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട. അതിന് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ സൂര്യപ്രകാശം അല്ലേ? സൂര്യപ്രകാശം എന്ന് പറയുന്നത് നമുക്കറിയാം സ്പേസിൽ നിന്ന് വരുന്നതാണ്. അവിടെ മീഡിയം ഇല്ല, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് മീൻസ് വാട്ട്? യെസ്, നമുക്ക് എന്ത് വേണ്ട? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ഓക്കെ, മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അവൻ സമ്മറിയാണ് പറയുന്നത്, ദ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ത് ചെയ്യും? ട്രാവൽ വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത് അല്ലേ? യെസ്, നമ്മുടെ എന്താണ് ഈ B0/E0 സോറി B0/E0 അല്ല കേട്ടോ, E0/B0. ഓക്കെ, E0/B0 ആണ് സി എന്ന് പറയുന്നത് കേട്ടോ. സോ ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ സി. അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എന്തിന്റെ സ്പീഡിലാണ്? ലൈറ്റിന്റെ സ്പീഡാണ്. ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ Z 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സോ ഇതേ സ്പീഡിലായിരിക്കും ആരും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊപ്പഗേറ്റിംഗ് വേവ് കംസ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദി എനർജി ഓഫ് ദി സോഴ്സ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിന് മീഡിയം ആവശ്യമില്ല. ഓക്കെ, മീഡിയം നോട്ട് റിക്വയർഡ്. ഓക്കെ, ഇതിന് സഞ്ചരിക്കാനായിട്ട് ഒരു മീഡിയത്തിന്റെ ആവശ്യം ഇല്ല. ആൻഡ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഓക്കെ, വേവിന്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? യെസ്, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു EM ഫീൽഡ്. ഓക്കെ, യെസ്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. യെസ്. ഇനി നമ്മുടെ റിലേഷൻ ആണ് ഈസ് ഈക്വൽ ടു EY E0 sin omega t minus x/z and then B is equal to BZ which is equal to B0 sin omega t minus x/c. Okay, then നമ്മൾ ഫാരഡേസ് ലോയിലോട്ട് വരുവാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ E.dl which is equal to minus d∅/dt. Okay, which is equal to E0/B0 which is equal to c. Okay. Then speed of electromagnetic wave നമ്മൾ ഇത് ഇക്വേഷൻസ് പറഞ്ഞതാണ്. ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മീഡിയത്തിലൂടെയാണ് വരുന്നതെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ പെർമിറ്റിവിറ്റിയും പെർമിബിലിറ്റിയും ഇവിടെ നമ്മൾ പറഞ്ഞത് ഇൻ ഫ്രീ സ്പേസ് ആണ്, പക്ഷെ അല്ലെങ്കിൽ ഇൻ വാക്വം ആണ്. സോ നമ്മൾ മീഡിയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ മാറും. ദെൻ യെസ്, നമുക്ക് ഇതിനെ തന്നെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം 1/√of μ0 μr. കാരണം മ്യൂ എന്ന് പറയുന്നതിന്റെ വാല്യൂ ആണ് μ0 × μr ആൻഡ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ε0 εr. ദെൻ നമുക്കിത് മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ μ is equal to c divided by √of μr μr εr എന്ന് വരും കേട്ടോ. ഓക്കെ, ഇത് സ്പീഡാണ് കേട്ടോ അത്. ഓക്കെ, സ്പീഡാണ്. Then mu is equal to permeability of the medium. Epsilon is the permittivity of the medium and relative permittivity of the medium ആണ് mu r എന്ന് പറയുന്നത്. Epsilon r is the relative permittivity of the medium. And electromagnetic waves do not require medium for their propagation. നമ്മൾ already പറഞ്ഞു. These waves travel with the speed of light in vacuum. These waves are transverse in nature. They carry both energy and momentum. They can be reflected and refracted or absorbed. Frequency is inherent characteristics of electromagnetic wave. When it is travel from one medium to another, only its speed and wavelength changes. Frequency same ആയിരിക്കും. ഇനി അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ NCERT ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A plain electromagnetic wave of frequency 25 megahertz, okay, travels in free space along the x direction at a particular point in space and time is equal to 6.3
J volt per meter. What is B at the point? Okay, so നമുക്കറിയാം Z is equal to E by B എന്നുള്ള വാല്യൂ നമുക്കറിയാം. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ? B കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? E by C. ഓൾറെഡി നമുക്ക് സിന്റെ വാല്യൂ അറിയാം, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് അറിയാം. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 6.3 J cap ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എലോങ് Y ഡയറക്ഷൻ ആണ് ഇന്റെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ദാറ്റ് മീൻസ് 6.3 ഡിവൈഡഡ് ബൈ 3 × 10⁸ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അതാണ് നമ്മൾ കണ്ടുപിടിച്ച മാഗ്നറ്റിക് ഫീൽഡ് 2.1 × 10⁻⁻8 ടെസ്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടത്? ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ ജെ ക്യാപ്പ് തന്നതുള്ളത് കൊണ്ട് തന്നെ ഈ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? ഈ പോകുന്നത് Y ഡയറക്ഷനിലാണ് ഈ പോകുന്നത്. ഓക്കെ, ആൻഡ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? എക്സ് ആക്സിസിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ഷുഡ് ബി ഇൻ വിച്ച് ഡയറക്ഷൻ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഡയറക്ഷനിലായിരിക്കും? യെസ്, Z ഡയറക്ഷനിലായിരിക്കും. സോ ഫോർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ക്യാപ്പ് എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ടു ഫൈൻഡ് ദ ഡയറക്ഷൻ വി നോട്ട് ദാറ്റ് E is along Y direction and the wave propagates along x-axis. Therefore, B should be in the direction perpendicular to both x and y axis. Using vector algebra, E cross B should be along x direction. Since plus J cap into plus K cap, which is equal to I cap, B is along Z direction. Thus, B is equal to 2.1 × 10⁻⁻8 K cap Tesla. Fine. Yes. Next question. The magnetic field in a plane electromagnetic wave is given by By is equal to 2 × 10⁻⁻7 Tesla sin 0.5 × 10⁻3x plus 1.5 × 10⁻11 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. This is the wavelength and what is the wavelength and frequency ആണ് ചോദിച്ചിട്ടുള്ളത്. And write an expression for the electric field. So ഇവിടെ നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താ പറയുക, ഇതിന്റെ ഒറിജിനൽ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും B0 sin 2πx/λ plus t/t എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇനി ഇക്വേഷൻ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇവിടെ എന്താ കിടക്കുന്നത്? സൈൻ 0.5 × 10⁻3x ആണ് കിടക്കുന്നത്, പ്ലസ് 1.5 × 10⁻11. സോ നമുക്ക് എഴുതാം, ഐ തിങ്ക് ദിസ് ഇസ് ടി. ഓക്കെ, ടി ആണ്. യെസ്, അപ്പം ലാംഡയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 2π × 0.5 × 10⁻3 എന്ന് നമുക്ക് വരും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ, അതായത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ 2 × 10⁻7 സൈൻ 0.5 × 10⁻3x പ്ലസ് 1.5 × 10⁻11t. ഓക്കെ, സോ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടിയത്? 2π ഡിവൈഡഡ് ബൈ 0.5 × 10⁻3 എന്ന് കിട്ടിയത്. സോ അത് നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1.26 സെന്റിമീറ്റർ എന്ന് കിട്ടും. ആൻഡ് 1/t, ഓക്കെ, 1/t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി അല്ലേ? 1/ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? യെസ്, നമുക്കിവിടെ ഇവിടെ വാല്യൂ കിടപ്പുണ്ട്. സോ 1.5 × 10⁻11 ഡിവൈഡഡ് ബൈ 2π ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 23.9 GHz എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്? റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻ അറിയാലോ, E0 by B0 വിച്ച് ഇസ് ഈക്വൽ ടു Z ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ZB0 എന്ന് പറയുന്നത് എന്തായിരിക്കും? E0ക്ക് ഈക്വലന്റ് ആയിരിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണോ ഈ വാല്യൂ, ഓക്കെ, എന്താണോ ബിന്റെ വാല്യൂ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 3 × 10⁻8 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ E0ന്റെ വാല്യൂ കിട്ടും. E0ന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റെ വാല്യൂയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? അതായത് ഇന്റെ വാല്യൂയിൽ നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? 60 സൈൻ 0.5. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടി E0ന്റെ വാല്യൂ നമുക്ക് കിട്ടി. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ 0.5 × 10⁻3x പ്ലസ് 1.5 × 10⁻11t വോൾട്ട് പെർ മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. സോ ഇവിടെ നമുക്ക് Z ഡയറക്ഷനിലായിരിക്കും ആര് വരുന്നത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. കാരണം ഓൾറെഡി നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് Y ഡയറക്ഷനിലാണ് ആൻഡ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് X ഡയറക്ഷനിലാണ്. സോ ദാറ്റ് ഇതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് Z ഡയറക്ഷൻ ആണ്. സോ നമ്മൾ Z മെൻഷൻ ചെയ്തു കേട്ടോ. യെസ്, ഇനി അടുത്തതാണ് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ
ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ, ഓക്കെ, ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇവിടത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ള വേവ്സ് ആയിരിക്കും. താഴത്തോട്ട് വരുമ്പോഴോ താഴത്തോട്ട് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടിയിട്ടുള്ള റേഡിയോ വേവ്സ് ആയിരിക്കും. ഓക്കെ, സോ മുകളിൽ ഫ്രീക്വൻസി കൂടുതൽ നിന്നും കുറവിലോട്ട്, ഫ്രീക്വൻസി കൂടുതൽ നിന്നും കുറവിലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ലെങ്ത് എങ്ങനെയായിരിക്കും? കുറവിൽ നിന്നും കൂടുതലോട്ട്. നമുക്കറിയാലോ രണ്ടും ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ ഫ്രീക്വൻസി ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഫ്രീക്വൻസി കൂടുതലുള്ള ഒരു വേവ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മിനിമം വേവ് ലെങ്ത് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ വേവ്സിനെ ഇൻക്ലൂഡിങ് നമ്മുടെ വിസിബിൾ ലൈറ്റിനടക്കം ആഡ് ചെയ്തിട്ടുള്ള എന്താ പറയുക, ആ ഒരു ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, സോ അറ്റ് ദ ടൈം മാക്സ്വെൽ predicted the existence of electromagnetic waves, the only familiar electromagnetic wave was visible light waves. ഓക്കെ, ഓൺലി നമുക്ക് അറിയാവുന്ന ഒരേ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന ഏതായിരുന്നു? വിസിബിൾ ലൈറ്റ് മാത്രമാണ്. ദെൻ എന്താണ്? ദ എക്സിസ്റ്റൻസ് ഓഫ് അൾട്രാ വയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് വേവ്സ് വാസ് ബയോർലി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ എൻഡ് ഓഫ് 19th century. എക്സ്റേസും ഗാമ റേസും കണ്ടുപിടിച്ചു. ദെൻ നൗ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇൻക്ലൂഡ് വിസിബിൾ ലൈറ്റ്, എക്സ്റേസ്, ഗാമ റേസ്, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് എല്ലാം ഉണ്ട്. ഓക്കെ അല്ലേ? ദർ ഇസ് നോ ഷാർപ്പ് ഡിവിഷൻ ബിറ്റ്വീൻ ദ കൈൻഡ് ഓഫ് വേവ്സ് ആൻഡ് ദി നെക്സ്റ്റ്. അതായത് ഇപ്പം നമ്മുടെ അൾട്രാ വയലറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇവിടെ നിന്നാണ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു റേഞ്ച് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു സ്പ്ലിറ്റിംഗ് വരുമ്പോൾ നമുക്ക് ഇന്ന റേഞ്ച് മുതൽ ഇന്ന റേഞ്ച് വരെ എന്ന് പറയാൻ പറ്റില്ല. എക്സാക്ട്ലി ഈ ഒരു പോയിന്റിലാണ് എന്താ പറയുക, അൾട്രാ വയലറ്റ് തീർന്ന് അടുത്തത് വരുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. സോ യെസ്, ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും ഫ്രീക്വൻസി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലോട്ടാണ് ഇങ്ങനെ വരുന്നത്. വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞത് മുകളിലായിരിക്കും. ദെൻ എന്തായിരിക്കും? താഴത്തോട്ട് വരുമ്പോഴത്തേനും കൂടുതലായിരിക്കും. ഏതാ? വേവ് ലെങ്ത് കേട്ടോ. ഓക്കെ, വേവ് ലെങ്ത് ആൻഡ് ദിസ് ഇസ് ഫ്രീക്വൻസി. ക്ലിയർ? സോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ആർക്കാണ്? ഗാമ റേസിന്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? ലോങ് റേഡിയോ വേവ്സിന്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇതിന് റേഞ്ച് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് ഓരോന്നും പറയാം. റേഡിയോ വേവ്സ്. ഓക്കെ, റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ്? യെസ്, ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ കണ്ടക്ടിങ് വയേഴ്സ്. ഓക്കെ, ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ആണ് റേഡിയോ വേവ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായി റേഡിയോ വേവ്സിനാണ് ഫ്രീക്വൻസി ഏറ്റവും മിനിമം. ഓക്കെ, ഫ്രീക്വൻസി മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. സോ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ദേ ആർ യൂസ്ഡ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻസ്. റേഡിയോ വേവ്സിന്റെ ഉപയോഗം നമുക്ക് നന്നായിട്ട് അറിയാം. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും മേജർ ആയിട്ടുള്ളതാണ് അല്ലേ? യെസ്, ദേ ആർ ജനറലി ഇൻ ഫ്രീക്വൻസി റേഞ്ച് 500 kilohertz to 1000 megahertz ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ബാൻഡ് എന്ന് പറയുന്നത് ഫ്രം ദിസ് ടു ദിസ് ആണ്. അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ട. നിങ്ങളുടെ ബോർഡ്സിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. ഹയർ ഫ്രീക്വൻസീസ് അപ് ടു 54 megahertz ആർ യൂസ്ഡ് ഫോർ ഷോർട്ട് വേവ് ബാൻഡ്സ് ആൻഡ് TV വേവ് റേഞ്ചസ് ഫ്രം 54 megahertz to 890 megahertz ആൻഡ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് റേഡിയോ ബാൻഡ് എക്സ്റ്റെൻസ് ഫ്രം, അതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. സെല്ലുലാർ ഫോൺസ് യൂസ് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് വോയിസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ അൾട്രാ ഹൈ ഫ്രീക്വൻസി. സോ ബേസിക് ആയിട്ട് റേഡിയോ വേവ്സ് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇതിന്റെ സോഴ്സ് അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് പറയാം. ദെൻ ഫ്രീക്വൻസി റേഞ്ച് നിങ്ങൾ പറയാം. ഫ്രീക്വൻസി റേഞ്ച് നിങ്ങൾക്ക് അറിയാം. ആൻഡ് ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയും ലാംഡയും അല്ലെങ്കിൽ വേവ് ലെങ്ത്തും എന്താണ്? ഒരു ഇൻവേഴ്സ് റിലേഷൻ. ഫ്രീക്വൻസി ഏറ്റവും കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. അതിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? യെസ്, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് മൈക്രോവേവ്. മൈക്രോവേവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ വരാ? യെസ്, നമ്മുടെ അവൻ അല്ലേ? യെസ്, അപ്പോൾ മൈക്രോവേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ് ആണ്. ഓക്കെ, ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ് ആണ്. ആൻഡ് വിത്ത് ഫ്രീക്വൻസി ഇൻ ജിഗാഹെർട്സ് റേഞ്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ വാക്വം ട്യൂബ്സ്. ഓക്കെ, എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്പെഷ്യൽ വാക്വം ട്യൂബ്സ് ലൈക്ക് ആരൊക്കെയാണ്? ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺസ്, ഗൺ ഡയോഡ്സ്, ഇങ്ങനെയുള്ള വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്? നമ്മുടെ മൈക്രോവേവ്സ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഡ്യൂ ടു ദയർ ഷോർട്ടർ വേവ് ലെങ്ത് ദേ ആർ സ്യൂട്ടബിൾ ഫോർ റഡാർ സിസ്റ്റംസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് നാവിഗേഷൻ, അതായത് നമ്മുടെ പ്ലെയിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യെസ്, നമ്മൾ മേജർ ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നത്? മൈക്രോവേവ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി അടുത്ത ഒരു ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്ന ഓവൻ എന്ന് പറയുന്നത്. സോ ഇൻ സച്ച് ഓവൻസ് ദ ഫ്രീക്വൻസി ഓഫ് ദ മൈക്രോവേവ് ഇസ് സെലക്ടഡ് ടു മാച്ച് ദ റെസൊണന്റ് ഫ്രീക്വൻസി. ഓക്കെ, റെസൊണന്റ് ഫ്രീക്വൻസി നമുക്ക് പരിചയം ഉണ്ടല്ലേ? അതായത് അവിടെ നമ്മൾ വെക്കുന്ന ഫുഡിന്റെ ജലാംശത്തിന്റെ അതേ ഫ്രീക്വൻസിയിൽ എന്തുണ്ടാവും? യെസ്, മൈക്രോവേവ്സ് ഉണ്ടായിരിക്കും. സോ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ റെസൊണന്റ് ഫ്രീക്വൻസി വരുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന
എനർജി കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ ആ കൈനറ്റിക് എനർജി എന്ത് ചെയ്യാം നമുക്ക്, യെസ്, ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട്, അതായത് ജലാംശം ഉള്ള എന്താ പറയുക ഫുഡിന്റെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, ഓവൻ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, യെസ്, ഈ ജലാംശത്തിന്റെ അതേ ഫ്രീക്വൻസിയിൽ, അതേ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ആര് വരും, നമ്മുടെ വേവ്സ് വരും. വേവ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ എനർജി എന്തായിട്ട് മാറും, യെസ്, അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാം. അതാണ് ഒരു ആപ്ലിക്കേഷൻ. ഇനി ഇൻഫ്രാറെഡ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദിസ് ബാലൻസ് അഡ്ജസ്റ്റ്മെന്റ് ലോ ഫ്രീക്വൻസി ഓർ ലോങ് വേവ് ലെങ്ത് ആൻഡ് ഓഫ് ദി വിസിബിൾ സ്പെക്ട്രം. ഇൻഫ്രാറെഡ് വേവ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പൊസിഷൻ അറിയണം കേട്ടോ. എവിടെയാണ് ഗാമ റേസ്, എവിടെയാണ് റേഡിയോ വേവ്സ്, എവിടെയാണ് ഇൻഫ്രാറെഡ്, ആരുടെ ഇടയിലാണ് വരുന്നത്, വിസിബിൾ ലൈറ്റ് എവിടെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഇനി ഇൻഫ്രാറെഡ് വേവ്സ് ആർ സംടൈംസ് റെഫർഡ് ടു ആസ് ഹീറ്റ് വേവ്സ്. Okay, this is because water molecules present in most materials readily absorb infrared waves. Okay, after absorption their normal thermal motion increases. This is they heat up and heat their surroundings. ഇതാണ് നമ്മൾ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ മേജർ ആയിട്ട് നമ്മൾ പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെയും ഇതിന്റെയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഫ്രാറെഡിൽ പറയുന്നത്. ആൻഡ് ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ആവുന്നത്. ദെൻ വിസിബിൾ ലൈറ്റ് നമുക്കറിയാം എന്താണ്, യെസ്, നമ്മുടെ വിബ്ജിയോർ അല്ലെ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫെമിലിയർ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സ്പെക്ട്രം ദാറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദ ഹ്യൂമൻ ഐ. ഓക്കെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന റേസ് ആണ്. ഇറ്റ് റൺസ് ഫ്രം അബൌട്ട് 4 into 10 to the power 14 hertz to 7 into 10 to the power 14 hertz, or wavelength range 700 to 400 nanometer ആണ്. So visible light emitted or reflected from objects around us provides us information about the world. Our eyes are sensitive to range of wavelength. Different animals are sensitive to different range of wavelength. For example, snakes can detect infrared waves, and the visible range of many insects extend well into ultraviolet. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ നേക്കഡ് ആയതുകൊണ്ട് നമുക്ക് കാണാവുന്നതാണ് വിസിബിൾ റേസ് എന്ന് പറയുന്നത്. സോ അതുപോലെ വേറെ ഇൻസെക്ട്സിനും വേറെ ആനിമൽസിനും എങ്ങനെയായിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഞ്ചസ് ഒബ്സർവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത് നമ്മുടെ സ്നേക്സ്. ഓക്കെ, സ്നേക്സിലാണെങ്കിൽ ഇൻഫ്രാറെഡ് വേവ്സിന് അതിനെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സം ഇൻസെക്ട്സിന് വിസിബിൾ റേസിൻ്റെ കൂടെ തന്നെ എന്തും കിട്ടും, അൾട്രാ വയലറ്റിനെയും കൂടെ എന്താ പറയുക ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്താണ് അൾട്രാ വയലറ്റ് UV റേസ് എന്ന് പറയുന്നത്. സോ അതിന്റെ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് ആണ് 400 നാനോമീറ്റർ ടു 0.6 നാനോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് യെസ്, radiation is produced by, okay, in UV rays എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, by special lamps and very hot bodies. Okay, എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, by very special lamps and very hot bodies. The sun is an important source of UV rays, but fortunately most of the absorbed in the ozone layer in the atmosphere at an altitude of, നമുക്കറിയാം നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നമ്മളിലോട്ട് എത്തിക്കാതെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓസോൺ പാളികൾ അല്ലെങ്കിൽ ഓസോൺ ലെയേഴ്സ് എന്ന് പറയുന്നത്. UV ലൈറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്തുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പോഷർ ടു UV radiation induces the production of more melanin, causing tanning of the skin. UV radiation is absorbed by ordinary glass, hence one cannot get tanned or sunburned through glass windows. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാം. ഇതിൽ നമ്മൾ പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേസർ സർജറീസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, UV റേസ് യൂസ് ചെയ്യാൻ പറ്റും. ഓസോൺ ലെയർ ഇസ് ഇൻ അറ്റ്മോസ്ഫിയർ പ്ലേസ് എ പ്രൊട്ടക്റ്റീവ് റോൾ ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് ഡിപ്ലീഷൻ ഓഫ് കാർബൺസ് ഗ്യാസ് ഇസ് എ മാറ്റർ ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. അതായത് ഇപ്പം ഈ ഓസോൺ ലെയർ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് UV റേസ് നമ്മുടെ അടുത്ത് നമ്മുടെ ഇതിലോട്ട് വരികയും നമുക്ക് സൺബേൺ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്നത് ആരാണ്, ക്ലോറോ കാർബൺസ് ആണ്, നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാകുന്ന ഗ്യാസ് ആണ്. സോ ഇത് അമിതമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓസോൺ ലെയർ എന്ത് ചെയ്യും, യെസ്, അവിടെ വിള്ളലുകൾ സംഭവിക്കുകയും തീർച്ചയായിട്ടും അത് നമുക്ക് വളരെയധികം ഹാനികരമാവുകയും ചെയ്യും. The next one is X-rays. Beyond the UV region of the electromagnetic spectrum, അതായത് UV കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആരാ കിടക്കുന്നത്, X-rays ആണ്. We are familiar with X-rays. നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോണിനൊക്കെ എന്തെങ്കിലും പറ്റിയാണെങ്കിൽ നമ്മൾ X-rays ഒക്കെ എടുക്കും അല്ലേ. യെസ്, ആൻഡ് ഇതിന്റെ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 നാനോമീറ്റർ ടു 10 to the power -4 നാനോമീറ്റർ ആണ്. One common way to generate X-rays is bombard a metal target by high energy electrons. Okay, യെസ്, അതാണ് ഫസ്റ്റ്. അതായത് നമുക്ക് എങ്ങനെയാണ് എക്സ്റേസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആയിട്ട് നമുക്ക് പറയാം എങ്ങനെയാണ്, ബൊംബാർഡ് എ മെറ്റൽ ടാർഗറ്റ് ബൈ ഹൈ എനർജി ഇലക്ട്രോൺസ്. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു എക്സ്റേസ്, നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു എക്സ്റേസ് ജനറേറ്റ് ആവും എങ്ങനെയാണ്, യെസ്, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ഒരു ടാർഗറ്റിൽ വന്നിട്ട് ഹിറ്റ് ചെയ്ത് അത് ആ ടാർഗറ്റ് അതിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ നിന്നും ജനറേറ്റ് ആവുന്നതാണ് എക്സ്റേസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്ന ഗാമ റേസ്. ദേ ലൈ ഇൻ അപ്പർ ഫ്രീക്വൻസി റേഞ്ച്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതാണ്
ഗാമ റൈസിന് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഹാവ് വേവ് ലെങ്ത് അതിന്റെ 10 to the power minus 10 to 10 to the power minus 14 meter ആണ്. This high frequency radiation is produced in nuclear reactions and also emitted by radioactive nuclei. They are used in medicine to destroy cancerous cells. Okay? Yes. ഇനി നമുക്കൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. റേഡിയോ വേവ്സ് എന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ ദാൻ ഗ്രേറ്റർ ദാൻ 0.1 മീറ്റർ ആണ്. ആൻഡ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റേഡിയോ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ആക്സിലറേഷൻ ആൻഡ് ഡീസലറേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഏരിയൽസ് ആൻഡ് യെസ് ഡിറ്റക്ഷൻ റിസർവേഴ്സ് ഏരിയൽസ്. ഇനി മൈക്രോവേവ് അതിന്റെ വരുന്നത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് അതിനെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, ഇൻഫ്രാറെഡ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇതിന്റെ അപ്ലിക്കേഷൻ ആണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന വേറൊരു കാര്യം. അപ്ലിക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്ലിക്കേഷൻ ഇല്ലാതെ ഒന്നുമില്ല. നല്ല രീതിക്ക് അപ്ലിക്കേഷൻ പഠിക്കേണ്ടതുണ്ട്. കാരണം അത് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മേജർ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരിക. സോ അപ്ലിക്കേഷൻസ് പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി വൺ ഷോട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് മനസ്സിൽ വരില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം വൺ ഷോട്ടിലുണ്ടായിരുന്നു. ഇനി അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, നിങ്ങൾക്ക് എന്താ പറയാ, നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? യെസ്, ഇത് നിങ്ങൾ വൺ ഷോട്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി വൺ ഷോട്ട് കാണുക. നമ്മുടെ ലൈവ് സെഷൻ കിടപ്പുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ. ആ ലൈവ് സെഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പോയിന്റ് ബൈ പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അലോങ് വിത്ത് ദിസ് നിങ്ങൾക്ക് അപ്ലിക്കേഷനും കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ദെൻ പറയാനുള്ളത് എന്താണ്? നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ വേണം പോകാനായിട്ട്. ടെലഗ്രാമിൽ നിങ്ങൾ വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, വേദാന്തു മലയാളം. അതർവൈസ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതർവൈസ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് കാണാനായിട്ട് പറ്റും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. സോ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞങ്ങൾ പെട്ടെന്ന് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് തന്നെ മനസ്സിലായി, എല്ലാം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പ്രോപ്പർ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് സ്റ്റുഡൻസ് മക്കളെ മനസ്സിലാവാതെ, ഈ ഒരു ചാപ്റ്റർ മനസ്സിലാവാതെ ഇരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, നിങ്ങളോട് ഇനി വേറെ ഒന്നും പറയാനില്ല. പഠിച്ചുകൊണ്ടേ ഇരിക്കുക. സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.